ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ, വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം, AC-യുടെ കാര്യം. ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാലാകാലങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ പരിഹരിച്ച് കുറ്റമില്ലാതെ ഇത് ഭംഗിയായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും കാലാകാലങ്ങളിൽ പരിശോധന നടത്തി വേണ്ട പരിഷ്കാരങ്ങൾ ഇതിൽ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. ശ്രീ എം വിൻസെന്റ്. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 60 മാസം കൊണ്ട് ഓരോ വ്യക്തിക്കും 54,000 രൂപ ലഭിക്കേണ്ടതാണ് 5 വർഷം കൊണ്ട്. എന്നാൽ ആകെ 4 മാസം മാത്രം വർദ്ധിപ്പിച്ചതിലൂടെ വെറും 1600 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വാഗ്ദാനം ചെയ്തത് തന്നെ ഏകദേശം 51,400 രൂപയുടെ കുറവ് ഈ പാവപ്പെട്ട പെൻഷൻകാർക്ക് വരുത്തിയിരിക്കുകയാണ്. ഒരു വാഗ്ദാന ലംഘനത്തിലൂടെ വരുത്തിയിരിക്കുകയാണ്. സർ, എൻ്റെ ചോദ്യം, ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി ഫണ്ട് സമാഹരിച്ചിട്ടും യഥാസമയം പെൻഷൻ കൊടുക്കാതെ പെൻഷൻ മുടങ്ങിയത് സർക്കാർ ഗൗരവതരമായിട്ട് തന്നെ കാണുന്നുണ്ടോ? മറ്റൊരു കാര്യം, കഴിഞ്ഞ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പറയട്ടെ, സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. അപ്പൊ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ അംശാദായം അടച്ചിട്ട് കിട്ടുന്നതാണ്. അത് നിഷേധിച്ചവരാണ് കഴിഞ്ഞ സർക്കാർ. ഈ സർക്കാർ അതുൾപ്പെടെ കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വിശദമായ പരിശോധന പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും അതിന്റെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം. ഇപ്പോൾ ഗവൺമെന്റിന് അതിന് സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായും അത് പരിശോധിച്ച് കുറ്റമറ്റതാക്കി ഈ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും.